എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിപ്പം ഈ ഒരു വീഡിയോയുമായിട്ട് വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, എനിക്ക് ഒരു ചെറിയൊരു ലോണിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരെ കാനറ ബാങ്കിൽ ആദ്യം ഞാൻ പോകുന്നത്. കാനറ ബാങ്കിൽ പോയി അപ്പോൾ അവിടുത്തെ ലോണിൻ്റെ സെക്ഷനിലേക്ക് സാറിനോട് ഞാൻ സംസാരിച്ചു. സാർ വളരെ നല്ല രീതിയിൽ തന്നെ എൻ്റെ ലോണിൻ്റെ ആവശ്യം എന്തൊക്കെയാണെന്നും അതിന് വേണ്ടുന്ന എമൗണ്ട് ഞാൻ എങ്ങനെ എടുക്കണമെന്ന്, ഏത് ലോൺ എടുക്കണമെന്ന് എല്ലാം എനിക്ക് സാറ് പറഞ്ഞു തന്നിട്ട് എന്നോട് സാറ് പറഞ്ഞു, എനിക്ക് കാനറ ബാങ്കിൽ അക്കൗണ്ട് ഇല്ല, അപ്പോൾ അത് കാരണം SBIയിലാണ് എനിക്ക് അക്കൗണ്ട് ഉള്ളത്. അപ്പം SBIയുമായിട്ട് താങ്കൾ ബന്ധപ്പെടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ SBIയിലെ ഒരു ഹെഡ് ഓഫീസിലാണ് പോയത്. ലോണിൻ്റെ ഹെഡ് ഓഫീസിൽ പോയി അവിടെ ചെന്ന് ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ എനിക്ക് ഒരു എന്താ പറയുക, നമുക്ക് ലോണ് കിട്ടത്തില്ല എന്ന് ആദ്യമേ അവർ മനസ്സിൽ ചിന്തിച്ചിരിക്കുന്ന പോലുള്ളൊരു മറുപടിയാണ് എനിക്ക് കിട്ടുന്നത്. ഏത് ലോണാണെന്ന് ഞാൻ ചോദിക്കുമ്പോഴാണെങ്കിലും എല്ലാം അവർക്കൊരു ഒരു തരാനൊരു താല്പര്യമില്ലാത്ത പോലെ. അത് ഞാനൊരു ചെറിയ വ്യക്തി ആയതുകൊണ്ടാവാം, എനിക്ക് വലിയ ബാങ്ക് ബാലൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാവാം. അപ്പോൾ ഇതിന് മുമ്പും പല അനുഭവങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട് SBIയെ പറ്റി. അങ്ങനെ ഒരു സാധാരണക്കാർ ചെന്നാലൊന്നും ഒരു പരിഗണനയില്ലാത്തൊരു ബാങ്കാണ് SBI എന്ന് ഞാൻ കേട്ടിട്ടുള്ളത്. ഇന്ന് എനിക്കത് അനുഭവത്തിൽ വന്നു. ഞാൻ അവിടുന്ന് വേഗം തന്നെ എനിക്ക് നിങ്ങളുടെ ലോൺ വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് ഇറങ്ങിപ്പോന്നു. ഞാൻ നേരെ കാനറ ബാങ്കിൽ തന്നെ ചെന്നു. കാനറ ബാങ്കിൽ ചെന്ന് ഞാൻ പഴയ സാറിനെ കണ്ടു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. ആ സാർ എനിക്ക് ലോണിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തന്നു. ഞാൻ ഇന്നതിന് ലോണിന് ഞാൻ അപേക്ഷയും വെച്ച് ഞാൻ കാനറ ബാങ്കിലേക്ക് പുതിയ അക്കൗണ്ടും എടുത്ത് ഞാൻ ലോണിന് അപേക്ഷിച്ചിട്ടാണ് ഞാൻ പോരുന്നത്. എനിക്ക് 1 വീക്കിനുള്ളിൽ ആ പൈസ എൻ്റെ അക്കൗണ്ടിലേക്ക് വരും. അപ്പം ഈ ഒരു സാധാരണക്കാരിയായിട്ടുള്ള എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലെ നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലാണെങ്കിലും നമുക്ക് ഒരു അക്കൗണ്ട് എടുക്കാൻ അവിടുന്ന് സാലറിയുടെ അക്കൗണ്ട് എന്ന് പറയുന്നത് എല്ലാം SBI ആണ്. അപ്പോൾ ഇതുപോലുള്ളൊരു ബാങ്ക് എന്നൊക്കെ പറയുമ്പം നമ്മളോട് ഒരു സാധാരണക്കാരോടും വലിയവരോടും ഒരേ രീതിയിൽ പരിഗണന വെക്കണം എന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അപ്പം ഇത് ഓരോരുത്തരുടെ അനുഭവമാണ്. അപ്പോൾ എനിക്ക് ഈ കാനറ ബാങ്കിനിടെ എനിക്ക് ആ സാറിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അവിടെ നിന്ന് കിട്ടിയൊരു സർവീസ് എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമുക്ക് പറയാൻ പറ്റത്തില്ല. എൻ്റെ എല്ലാ കാര്യങ്ങളും ചോദിച്ചറിഞ്ഞ് നമുക്ക് വേണ്ടുന്ന രീതിയിൽ ഏത് ലോൺ വേണമെന്ന് പോലും എനിക്കറിയത്തില്ലായിരുന്നു. എങ്ങനെയാ ലോൺ, ഏത് ലോണാണ് എടുക്കേണ്ടതൊന്നും എനിക്കറിയാം. എൻ്റെ ആവശ്യങ്ങളും കാര്യങ്ങളും പറഞ്ഞു തന്നപ്പോൾ ഒരു പേഴ്സണൽ ലോൺ എന്നുള്ള രീതിയിൽ എനിക്ക് ആ ലോൺ ശരിയാക്കി തന്ന് കാനറ ബാങ്കിന് എനിക്ക് 1000 വട്ടം നന്ദി അറിയിക്കാനുണ്ട്. അത് ഞാൻ നിങ്ങളോട് കൂടി ഷെയർ ചെയ്യുകയാണ്.